नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं। हरि ओं। अथ शुक्लयजुर्वेदीय काण्वशाः बृहदारण्यक उपनिषत् द्वितीयकाण्डं मुनिकाण्डं तृतीय अध्यायं जल्परूप उपपत्ति प्रकरणं प्रथम ब्राह्मणं अश्वल ब्राह्मणं षष्ठमन्त्रम्। യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. യാജ്ഞവൽക്യ ഇതി ഹോവാച യദിദം അന്തരിക്ഷം അനാരംഭണമിവ കേന ആക്രമേണ യജമാനഃ സ്വർഗം ലോകം ആക്രമത ഇതി ബ്രഹ്മണാ ഹൃദ്വിജ മനസാ ചന്ദ്രേണ മനോവൈയജ്ഞസ്യ ബ്രഹ്മ തത് യദിദം മനഃ സഹ അസൗ ചന്ദ്രഃ സ ബ്രഹ്മ സ മുക്തിഃ സാദിമുക്തിഃ ഇത്യദി മോക്ഷഃ അധസംവദഃ. ജനക മഹാരാജാവിൻ്റെ വൈദേഹം എന്ന രാജ്യത്ത് നടക്കുന്ന വിദ്വത്സഭ പ്രഥമ പ്രശ്നവുമായി അശ്വലൻ എന്ന ജനക മഹാരാജാവിൻ്റെ തന്നെ ഋഗ്വേദ പുരോഹിതനായ ഹോതാവ് അശ്വലൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത്. തൃതീയ മന്ത്രത്തിൽ പ്രഥമ പ്രശ്നം അത് മൃത്യുവിനാൽ ഏതൊരു ജീവനും എല്ലായ്പ്പോഴും വ്യാപൃതമാണല്ലോ, അല്ലെങ്കിൽ മരണം ഏത് സമയത്തും ഉണ്ടല്ലോ, അതിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം എന്നതാണ് അശ്വലൻ്റെ ചോദ്യം. തൃതീയ മന്ത്രത്തിൽ നമ്മൾ ഋഗ്വേദത്തെ ആധാരമാക്കിക്കൊണ്ട് ഉദാഹരണമാക്കിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയുന്നത് കണ്ടു. ചതുർത്ഥ മന്ത്രത്തിൽ യജുർവേദത്തെ ആധാരമാക്കിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയുന്നു. പഞ്ചമ മന്ത്രത്തിൽ സാമവേദത്തെ ആധാരമാക്കി യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയുന്നു. ഷഷ്ഠമന്ത്രം ഇനി നമുക്കൊക്കെ അപ്പോൾ അറിയാം ഏതാണ് ബാക്കിയുള്ള വേദം, അഥർവണ വേദം. അതിനെ ആധാരമാക്കിയാണ് മറുപടി പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും പ്രാർത്ഥനയോടെ കൃതാർത്ഥതയോടുകൂടി ഇരിക്കുക. എനിക്ക് ശുദ്ധശ്രവണമാകുന്ന ആ അധികാരം യാജ്ഞവൽക്യ മഹർഷിയോട് അപേക്ഷിക്കുക. അല്ലേ, രണ്ടു തരം ശ്രവണമുണ്ട്. ഒന്ന് സാധാരണ ശ്രവണം, നമ്മൾ കേട്ടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടോ, ഓർമ്മയില്ല, പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ മാണ്ഡൂക്യം എത്തുമ്പോൾ പഠിക്കും. അത് ശ്രവണം രണ്ട് വിധമാണ്. ഒന്ന് സാധാരണ ശ്രവണം, അതായത് കാഷ്വൽ ലിസണേഴ്സ്, അവരിങ്ങനെ കുറേ കാലം കേൾക്കും, പക്ഷെ പ്രയോജനം നാസ്തി, അല്ലെ, അവർക്കോ നാടിനോ കുടുംബത്തിനോ രാഷ്ട്രത്തിനോ ഒരു പ്രയോജനവും ഉണ്ടാകും. രണ്ടാമത്തെ ശ്രവണം എന്താ? ശുദ്ധശ്രവണം, അല്ലേ, നമ്മളൊക്കെ ചെയ്യുന്ന അതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? മനസ്സ് ഇവിടെ തന്നെ ഉറപ്പിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി അധികാരത്തോടുകൂടിയുള്ള ശ്രവണം. അപ്പം അതുകൊണ്ട് എന്താണ് പ്രയോജനം? എന്താണോ അദ്വൈത വേദാന്തം നമ്മളോട് ഉപദേശിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി തരുന്ന ഫലം, നജ പുനരാവർത്തതേ നജ പുനരാവർത്തത, അത് ഉണ്ടാവുകയില്ല പുനരാവർത്തി ഇല്ലാതെ. അപ്പം നമ്മൾക്ക് ഇനിയും ഇതാണ് വേണ്ടത്. ഒന്ന് ശുദ്ധശ്രവണം. ശുദ്ധശ്രവണം ഉണ്ടെങ്കിലേ എന്ത് കാര്യമുള്ളൂ, മനനം ചെയ്യാൻ സാധിക്കുക. നമ്മൾ സാധാരണ ശ്രവണം ചെയ്യുക എന്ന് വെച്ചോ, കുറേ കാലമായി ശ്രവിക്കുന്നു, പക്ഷെ നമുക്കത് ജീവിതത്തിലൊരു സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ സാധനകൾ അനുഷ്ഠിക്കുമ്പോൾ
ശ്രവിച്ചതൊക്കെ ഓർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് മനനം നടക്കുക? അല്ലേ? മനനം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിരന്തര ചിന്തനം. അത് ഭഗവത് നാമം ആയിക്കോട്ടെ, ഭഗവത് വിഭൂതി ആയിക്കോട്ടെ, അധ്യാരോപം ആയിക്കോട്ടെ, അപവാദമായിക്കോട്ടെ, എന്തൊക്കെ നമ്മൾ ഇത്ര കാലം പഠിച്ചോ അത് ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ഒന്ന് ഗുരു പരമ്പരയുടെ കൃപ, പിന്നെ നമ്മളുടെ പ്രയത്നമായ ശുദ്ധശ്രവണം ഉണ്ടാകണം. അപ്പം അതുകൊണ്ട് അതിനായി പ്രാർത്ഥനയോടുകൂടി നമ്മൾക്ക് തുടരാം. യാജ്ഞവൽക്യ മഹർഷിയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, യാജ്ഞവൽക്യ മഹർഷിയോട് അശ്വലൻ ചോദിക്കുന്നതാണ് നമ്മൾ 6ാമത്തെ മന്ത്രത്തിൽ കണ്ടത്. എങ്ങനെയാണ് യജ്ഞം ചെയ്യുന്ന യജമാനന് സ്വർഗപ്രാപ്തി എന്ന കർമ്മഫലം കിട്ടുക? ഇവിടെ അന്തരീക്ഷം എന്ന വാക്കുകൊണ്ട് എന്താണ് അശ്വലൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അതിന് മറുപടിയായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, കേന ആക്രമേണ യജമാനഃ സ്വർഗം ലോകം ആക്രമത ഇതി. അവിടെ വരെ അശ്വലൻ. ഇപ്പം നമ്മുടെ മനസ്സിൽ ആ കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കണം കേട്ടോ, ഇങ്ങനെ ഭാവന ചെയ്തുകൊണ്ടേയിരിക്കണം. അശ്വലൻ ചോദിക്കുന്നു, 3 ചോദ്യങ്ങൾക്കുള്ള മറുപടി വ്യക്തമായി പറഞ്ഞു. അവിടെ ആരും എതിർക്കുന്നില്ല. ആ വിദ്വസഭയിലുള്ള പണ്ഡിതന്മാരോ ശാസ്ത്രാർത്ഥികളോ ജനക മഹാരാജാവോ ആരും എതിർക്കുന്നില്ല. അപ്പോൾ 4ാമതായിക്കൊണ്ട് അശ്വലൻ ചോദ്യം ചോദിക്കുകയാണ്. അപ്പം ആ ഒരു ഭാവന ഉണ്ടാകണം. അപ്പം എന്താണ് ചോദ്യം? എങ്ങനെയാണ് സ്വർഗപ്രാപ്തി? കേന ആക്രമേണ യജമാനഃ സ്വർഗം ലോകം ആക്രമത ഇതി. എങ്ങനെയാണ് കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു യാഗയജ്ഞാദികൾ ചെയ്യുന്ന യജമാനന് സ്വർഗലോകം പ്രാപ്തമാകുക അല്ലെങ്കിൽ ലഭ്യമാകുക? ഹൗ ടു അറ്റെയിൻ സ്വർഗലോകം? അതാണ് ആരുടെ ചോദ്യം? അശ്വലൻ്റെ ചോദ്യം. അപ്പോൾ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയുകയാണ്, ബ്രഹ്മണ, അല്ലേ, അല്ലെങ്കിൽ ബ്രഹ്മാ. 2 പാഠഭേദമുണ്ട് കേട്ടോ. നിങ്ങളുടെ പുസ്തകത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ വായിക്കുക, രണ്ടും ശരി തന്നെയാണ്, അല്ലേ? ബ്രഹ്മാ ദീർഘമുണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മണ എന്നും പറയാം. ഹൃദ്വിജ മനസാ ചന്ദ്രേണ. ഇവിടെ ബ്രഹ്മാ എന്ന് നീട്ടി പറയുക, അല്ലെങ്കിൽ ബ്രഹ്മണ എന്ന വാക്കിൻ്റെ അർത്ഥം, 1ാമത്തെ അർത്ഥം എഴുതിക്കോളൂ, ത്രിവേദ പുരോഹിതൻ. 3 വേദവും അറിയാവുന്ന, അതിലെ യാഗങ്ങൾ അനുഷ്ഠിക്കുന്ന മുഖ്യ പുരോഹിതൻ. 3 വേദം ഏതൊക്കെയായിരിക്കും? ഋഗ്, യജു, സാമ, അല്ലേ? അതാണ് ത്രിവേദ മുഖ്യ പുരോഹിതൻ. അവരെന്ത് വിളിക്കും? ബ്രഹ്മണ അല്ലെങ്കിൽ ബ്രഹ്മാ. നമ്മൾ പറയുന്ന ബ്രഹ്മാവല്ല കേട്ടോ. ബ്രഹ്മാന്ന് നീട്ടി പറയുമ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചതുർമുഖ ബ്രഹ്മാവ്, സൃഷ്ടികർത്താവ് എന്നുള്ള അർത്ഥമേ അല്ല ഇവിടെ. നമുക്കറിയാം, നമുക്ക് ആ രീതിയുമായി നമ്മളൊക്കെ ട്യൂണിങ് ആണ്. എന്താണ് വേദത്തിൻ്റെ പ്രത്യേകത? ഓരോ സന്ദർഭത്തിലും അർത്ഥവ്യത്യാസം വരും. അപ്പോൾ ഇവിടെ ബ്രഹ്മണ എന്ന് വെച്ചാൽ ത്രിവേദ മുഖ്യ പുരോഹിതൻ. അതായത് 3 വേദവും അദ്ദേഹം പഠിച്ചിട്ടുണ്ടാകും. അതിലെ യാഗങ്ങളൊക്കെ ചെയ്യുവാനുള്ള പൂർണ്ണ അധികാരമുള്ളവർ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ പേരിൻ്റെയൊക്കെ വടക്കേന്ത്യയിലൊക്കെ കൂടുതലായിട്ടും ഉണ്ട്. പേരിൻ്റെയൊക്കെ അറ്റത്ത് ഭാഗവത്, അല്ലേ? മോഹൻ ഭാഗവതിനെ നിനക്കറിയാം. എന്താണ് അങ്ങനെ? അവരുടെ കുലം, ഗോത്രം ഭാഗവത പുരോഹിതരാണ്, അവർ പ്രധാനികളായിട്ടുള്ള. അപ്പോൾ എന്താണ് ആ ഗോത്രനാമം അവർ കൂടെ കൊണ്ട് നടക്കും. ത്രിവേദി, ചതുർവേദി, അല്ലേ? കേട്ടിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള പ്രശസ്തമായ ആളുകളുടെയൊക്കെ പേരിൻ്റെ സർനെയിമായിട്ട് കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ത്രിവേദി എന്ന് വെച്ചാൽ എന്തായിരിക്കും? അവർക്ക് 3 വേദവും അറിയാം, പിന്നെ അത് അനുഷ്ഠിക്കുകയും ചെയ്യുന്ന പാരമ്പര്യമുള്ളവർ. അപ്പോൾ ഇവിടെ ബ്രഹ്മ എന്ന് വിളിക്കുക. അപ്പോൾ എന്തുകൊണ്ട് ബ്രഹ്മ എന്ന് വിളിക്കും? 3 വേദവും അറിഞ്ഞിട്ട് കാര്യമില്ല, 3 വേദത്തിൻ്റെയും മുഖ്യ പുരോഹിതനായിരിക്കണം. അവർക്കത് പൂർണ്ണമായും ചെയ്യുവാനുള്ള അധികാരമുണ്ടായിരിക്കണം. പഠനത്തിലൂടെ അവരത് പഠിച്ചെടുത്ത് കണ്ടസ്ഥമാക്കി ആ വേദമൊക്കെ
പഠിച്ച് അതിലെ യാഗാനുഷ്ഠാനങ്ങൾ ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പം 3 വേദ പുരോഹിതൻ എഴുതിയല്ലോ, പിന്നെ അതിൻ്റെ താഴെ രണ്ടാമത്തെ അർത്ഥം എഴുതിക്കോളൂ. ബ്രഹ്മ എന്ന വാക്കിൻ്റെ ദ്വിതീയ അർത്ഥം അഥർവണവേദ മുഖ്യ പുരോഹിതൻ. അഥർവണവേദ മുഖ്യ പുരോഹിതനെയും എന്ത് വിളിക്കും? ബ്രഹ്മ എന്ന് വിളിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? നമുക്കൊക്കെ അറിയാം, ത്രേതായുഗത്തിൽ പ്രത്യേകിച്ചു അല്ലേ 3 വേദമായിരുന്നു പ്രാധാന്യമായിട്ടുണ്ടായിരുന്നത്. ആ കഥയൊക്കെ നമ്മൾ ഭാഗവത മഹാപുരാണത്തിലും വിഷ്ണു പുരാണത്തിലും ഒക്കെ കാണുന്നതാണ്, അല്ലെ കേട്ടിട്ടെങ്കിലും ഉണ്ടാകും അല്ലേ. പിന്നീട് ഭഗവാൻ ബാദരായണനാണ് 4 വേദങ്ങളായി അതിനെ തരംതിരിച്ച് അതിനെ ക്രോഡീകരിച്ച് അതിനെ സംരക്ഷണാർത്ഥം പ്രവർത്തക ആചാര്യന്മാർക്ക് ജൈമിനി മഹർഷി അല്ലേ, പിന്നെ വ്യാസമഹർഷിയുടെ ബാക്കി ശിഷ്യന്മാർ, നമ്മൾ അതൊക്കെ പഠിച്ചതാണ്. 4 വേദങ്ങളെയും 4 ശിഷ്യന്മാർക്ക് കൊടുത്തതൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ആ 4ാമത്തെ വേദം പ്രചുര പ്രചാരത്തിൽ വന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഭഗവാൻ കൃഷ്ണൻ്റെ കാലഘട്ടത്തിലാണല്ലേ. ത്രേതായുഗം കഴിഞ്ഞതിന് ശേഷമാണ്. ത്രേതായുഗത്തിൽ ത്രിവേദികളായിരുന്നു, അല്ലെങ്കിൽ ത്രിവേദമായിരുന്നു മുഖ്യമായും ഉണ്ടായിരുന്നത്. അഥർവണ വേദം എന്ന ശാഖ 3 വേദങ്ങളിലും കൂടെ വ്യാപിച്ചു കിടക്കുകയായിരുന്നു. പിന്നീട് വേദവ്യാസ മഹർഷിയാണ് അതിനെ ക്രോഡീകരിച്ച് ചെയ്തതൊക്കെ നമുക്ക്. അതിനുശേഷമാണ് 4ാം ചതുർവേദികൾ പ്രചാരത്തിൽ വന്നത്. ചതുർവേദം എന്ന വേദശാഖയും പ്രചാരത്തിൽ വന്നത്. അതുകൊണ്ട് പിന്നീട് എന്ത് ചെയ്തു? ഈ 4ാം വേദക്കാരെ ബ്രഹ്മ, മുഖ്യ പുരോഹിതനെ ബ്രഹ്മ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ബ്രഹ്മ അല്ലെങ്കിൽ ബ്രഹ്മണ എന്ന വാക്കിന് 2 അർത്ഥമുള്ളത്. അപ്പോൾ 1ാമത്തെ അർത്ഥം ത്രിവേദ മുഖ്യ പുരോഹിതൻ, 2ാമത്തെ അർത്ഥം അഥർവണ വേദ മുഖ്യ പുരോഹിതൻ. ഓക്കെ, എഴുതിയെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, ബ്രഹ്മണ ഹൃദ്വിജ മനസാ ചന്ദ്രേണ. അതായത് ഈ ബ്രഹ്മാവ്, അതായത് ആരാണ്? ഈ അഥർവണ വേദ പുരോഹിതൻ അല്ലെങ്കിൽ 3 വേദ പുരോഹിതനും പിന്നെ ആരൊക്കെയുണ്ട്? ഹൃദ്വിജ, ഹൃദ്ദിക്കുകൾ എല്ലാ മന്ത്രത്തിലും നമ്മൾ കണ്ടു. ഹൃദ്ദിക്കെന്ന് വെച്ചാൽ ഉപപുരോഹിതന്മാര്. ഈ അഥർവണ വേദ പുരോഹിതൻ ഇരിക്കുന്നു, പിന്നെ അദ്ദേഹത്തിനെ സഹായിക്കുവാനായിട്ട് ഹൃദ്ദിക്കുകൾ ഇരിക്കുന്നു. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? അടുത്ത യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, അന്തരീക്ഷത്തെ അടിസ്ഥാനമാക്കി യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അന്തരീക്ഷമായിരുന്നു ചോദ്യം. അന്തരീക്ഷത്തിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ഇന്നലെ എഴുതിയതാണ്. അന്തരീക്ഷത്തിനൊരു ആലംബനമുണ്ടോ ഇല്ലയോ എന്നായിരുന്നു അശ്വലൻ യാജ്ഞവൽക്യ മഹർഷിയെ പരീക്ഷിക്കാനായിട്ട് ചോദിച്ചത്. ഉണ്ടെങ്കിൽ ആ യാഗം, അന്തരീക്ഷത്തിനെ ആലംബനമാക്കി ചെയ്യുന്ന യാഗം ഏതു വേദത്തിലാണ്, ആരാണ് ചെയ്യുന്നത്, അതിൻ്റെ ഫലം എന്താണ്? ഒന്നുകൂടെ പറയാം, ഏതു വേദത്തിലാണ്, ആരാണ് ചെയ്യുന്നത്, അതിൻ്റെ ഫലം എന്താണ് എന്നൊക്കെയാണ് അശ്വലൻ്റെ ചോദ്യം. ഋഗ്വേദം ചോദിച്ചു കഴിഞ്ഞു, യജുർവേദം ചോദിച്ചു, സാമവേദം ചോദിച്ചു. അപ്പോൾ അടുത്തതായിട്ടുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ അന്തരീക്ഷത്തിനെ ആലംബനമാക്കി ചെയ്യുന്ന യാഗം കൂടുതലായും ഉള്ളത് അഥർവണ വേദത്തിലാണ്. അതുകൊണ്ട് ഇവിടെ ബ്രഹ്മണ എന്ന വാക്ക് അഥർവണ വേദ മുഖ്യ പുരോഹിതനാണ് അന്തരീക്ഷത്തിനെ ആലംബനമാക്കി യാഗം ചെയ്യുന്നത് അല്ലേ. ഇത് നമ്മൾ സൂക്ഷ്മമായി പോവുകയാണ്, നമുക്കിതൊന്നും പരിചയമില്ലാത്തതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ശ്രദ്ധയോടെ ഇരിക്കണം. 1ാമത്തെ ചോദ്യത്തിൽ ഋഗ്വേദത്തിനെ ആലംബനമാക്കിയുള്ള യാഗം പറഞ്ഞു, അത് അഗ്നിയാണെന്ന് പറഞ്ഞു. 2ാമത്തെ ചോദ്യത്തിൽ യജുർവേദത്തിനെ ആലംബനമാക്കി ചോദിച്ചു, അത് ആദിത്യൻ അല്ലെങ്കിൽ സൂര്യനാണെന്ന് പറഞ്ഞു. 3ാമത്തെ ചോദ്യത്തിൽ സാമവേദത്തിനെ ആലംബനമാക്കി പറഞ്ഞു, അത് വായു എന്ന് പറഞ്ഞു. അടുത്തത് എന്താണ്? ഇവിടെ ഏതായിരിക്കും? 4ാമത്തെ വേദത്തിനെ, അഥർവണ വേദത്തിനെ ആലംബനമാക്കിയുള്ള യാഗം, അതിൻ്റെ മുഖ്യ ദേവത അന്തരീക്ഷമാണെന്ന് പറയുകയാണ് അല്ലേ. അന്തരീക്ഷത്തിനെ
അടിസ്ഥാനമാക്കി. അതായത് നമ്മൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മൾ അഥർവണ വേദത്തിലുള്ള മന്ത്രങ്ങൾ വെച്ച് യാഗം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആ ഹവിസുക്കളൊക്കെ യാഗകുണ്ഡത്തിലേക്ക് അർപ്പിക്കുകയാണ്. അത് സ്വീകരിക്കുന്ന ദേവത അന്തരീക്ഷ ദേവതയാണ്. അതാരാണെന്ന് ഇനി യാജ്ഞവൽക്യ മഹർഷി തന്നെ പറയുകയാണ്. ആരാണ്? ചന്ദ്ര. വേണ്ട, മനസാ ചന്ദ്രേണ. അപ്പോൾ ചന്ദ്രദേവതയാണ്. ഒന്നുകൂടെ പറയാം, ചന്ദ്രദേവതയാണ് നമ്മൾ അഥർവണ വേദത്തെ ആലംബനമാക്കി അല്ലെങ്കിൽ അഥർവണ വേദത്തിലെ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് യാഗം ചെയ്യുമ്പോൾ നമ്മൾ അർപ്പിക്കുന്ന ഹവിസുക്കളൊക്കെ സ്വീകരിക്കുന്നത് ആരാണ്? ചന്ദ്രദേവതയാണ്. ചന്ദ്രദേവത അഥർവണ വേദത്തിൻ്റെ മുഖ്യ ദേവതയും അതുമാത്രമല്ല എല്ലാവരുടെയും മനസ്സിൻ്റെ അടിസ്ഥാന ദേവതയും കൂടെയാണ്. അതാണ് മനസ്സാ. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇത് എഴുതിക്കോളൂ, അതിൻ്റെ അർത്ഥം പരിഭാഷ വേണ്ടവർ എഴുതിക്കോളൂ. ബ്രഹ്മണ എന്നുള്ള വാക്ക് കണ്ടു, ഹൃദ്വിജ എന്നുള്ള വാക്ക് കണ്ടു. മനസാ ചന്ദ്രേണ എന്ന് വെച്ചാൽ അഥർവണ വേദ മന്ത്രങ്ങളെ അടിസ്ഥാനമാക്കി ചെയ്യുന്ന യാഗത്തിൻ്റെ അല്ലെങ്കിൽ യജ്ഞത്തിൻ്റെ, എങ്ങനെ വേണമെങ്കിലും എഴുതാം, യാഗത്തിൻ്റെ ആഹൂതികൾ സ്വീകരിക്കുന്നു. ആഹൂതി അറിയാലോ, നമ്മൾ അർപ്പിക്കുന്നവയൊക്കെ അല്ലേ? നമ്മൾ അർപ്പിക്കാറില്ലേ? നാളികേരം കൊടുക്കും, നെയ്യ് ഒഴിക്കും, അരി കൊടുക്കും, എന്തൊക്കെയല്ലേ? അവല്, മലര്, എന്തൊക്കെയാണ് നമ്മൾ ഹോമകുണ്ഡത്തിലേക്ക് അർപ്പിക്കുന്നത്. അതിനെയാണ് ആഹൂതി എന്ന് പറയുന്നത്. അപ്പം എന്താ എഴുതിയത്? അഥർവണ വേദത്തെ അടിസ്ഥാനമാക്കി ചെയ്യുന്ന യാഗത്തിൻ്റെ ആഹൂതികൾ സ്വീകരിക്കുന്ന മുഖ്യ ദേവത ചന്ദ്രദേവതയാകുന്നു. ഫുൾ സ്റ്റോപ്പ്. ഈ ചന്ദ്രദേവത മനസ്സിൻ്റെ അടിസ്ഥാന ദേവതയും കൂടെയാണ്. അതാണ് മനസാ ചന്ദ്രേണ. നമ്മളുടെയൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട് പലയിടത്തും അല്ലേ? മനസ്സിൻ്റെ അടിസ്ഥാന ദേവത ചന്ദ്രദേവതയാകുന്നു. നമ്മളുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന പല ചിന്തകളെയും നിയന്ത്രിക്കുന്നത്, അല്ലെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, അല്ലെ? ഓരോ ഇന്ദ്രിയങ്ങൾക്ക് ഓരോ ദേവതയുണ്ടല്ലോ, അല്ലെ? മനസ്സെന്നത് സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കുന്നതാണ്. അതിന് പ്രത്യേകിച്ച് അവയവമൊന്നുമില്ല. നമ്മളുടെ മനസ്സിൻ്റെ സ്വഭാവം എന്താണ്? ചിന്തനം. അത് സുഖമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ, അല്ലെ കാമക്രോധാദി ഏത് ചിന്തയോ ആയിക്കോട്ടെ, ചിന്തിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അടിസ്ഥാന ദേവതയായി ചന്ദ്രനുള്ളത് കൊണ്ടാണ്. ചന്ദ്രദേവത അതിൻ്റെ ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലേ? മൂപ്പരങ്ങോട്ട് പോയാൽ നമുക്ക് ചിന്തിക്കാൻ പോലും, നമ്മൾ ചിന്താശേഷി പോവില്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? അൽഷിമേഴ്സൊക്കെ വന്നവർ, അവർക്ക് പണ്ടത്തെ കാലം ഒന്നും ഓർമ്മയില്ല, അല്ലേ? ചില കാര്യങ്ങൾ മാത്രം. അതെന്താണ്? ആ ചന്ദ്രദേവതയുടെ സാമീപ്യം കുറഞ്ഞു വരുമ്പോഴാണ്. നമ്മൾ വിചാരിക്കും ഞാൻ വലിയ ആളാണ്, എവിടെ ഒന്നുമല്ല, നമുക്ക് ചിന്തിക്കാൻ പോലുമുള്ള കഴിവില്ല. അതിനും ദേവതകൾ സഹായിക്കണം. ആ ദേവതകളെ നിയോഗിച്ചതാരാണ്? സൃഷ്ടികർത്താവ്, അല്ലേ? പരമാത്മാ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 2 ധർമ്മങ്ങളാണ് ചന്ദ്രദേവത ചെയ്യുന്നത്. ഒന്ന്, മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് സ്വാഭാവിക ധർമ്മം ചന്ദ്രൻ ചെയ്യുന്നു. പിന്നെ എന്താണ്? അഥർവണ വേദത്തിൻ്റെ മുഖ്യ ദേവത, അഥർവണ വേദ മന്ത്രങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് അഥർവണ വേദ യാഗങ്ങൾ ചെയ്യുമ്പോൾ ആ യാഗത്തിൻ്റെ ആഹൂതികൾ സ്വീകരിക്കുന്ന ദേവത. അപ്പം നമ്മൾ സ്വർഗത്തിൽ പോകണമെന്നും പറഞ്ഞ് അഥർവണ വേദ ശാഖയാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മളിൽ ആരെങ്കിലും ജനിച്ചത് അഥർവണ വേദ ശാഖയിലാണെന്ന് വെച്ചോ. അപ്പം എനിക്ക് സ്വർഗത്തിൽ പോകണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ആ ശാഖയിലുള്ള യാഗങ്ങൾ ചെയ്യണം. അപ്പം ആരെയാണ് പ്രീതിപ്പെടുത്തുക? ചന്ദ്രദേവതയാണ്. ചന്ദ്രദേവതയാണ് എനിക്ക് സ്വർഗത്തിലേക്കുള്ള ആ അധികാരം, ആ പുണ്യം നേടിത്തരുന്ന ദേവത. അതാണ് ഇവിടെ പറയുന്നത്.
അപ്പോൾ ഓരോ വേദത്തിനും മുഖ്യ മുഖ്യ ദേവതകളുണ്ട്. അഗ്നിദേവത കണ്ടു നമ്മൾ, ആദിത്യൻ കണ്ടു, വായു കണ്ടു, ഇപ്പോൾ ചന്ദ്രദേവതയും കണ്ടു. ഇനി അടുത്ത വാക്ക് മനോവൈ യജ്ഞസ്യ ബ്രഹ്മ. മനോവൈ യജ്ഞസ്യ ബ്രഹ്മ. അടുത്ത വാക്കിലേക്ക് പോകാം. കുറച്ച് കൂടുതൽ എഴുതാനുണ്ട്. ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത്. ഭഗവത്പാദർ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ അതിൻ്റെ പരിഭാഷ പറയാം. എഴുതാൻ സാധിക്കുന്നവർ എഴുതുക. കാരണം പിന്നീട് നമുക്കത് പഠിക്കുമ്പോൾ എളുപ്പമാകാൻ വേണ്ടിയാണ്. മനോവൈ യജ്ഞസ്യ ബ്രഹ്മ. അഥർവണ വേദത്തെ ആലംബനമാക്കി ചെയ്യുന്ന യജ്ഞയാഗാദികളുടെ, അഥർവണ വേദത്തെ ആലംബനമാക്കി ചെയ്യുന്ന യജ്ഞയാഗാദികളുടെ മുഖ്യ പുരോഹിതൻ ബ്രഹ്മാവാകുന്നു. അല്ലെ, ബ്രഹ്മാവെന്ന് വെച്ചാൽ നമ്മൾ കണ്ടു ബ്രഹ്മണ എന്നുള്ള അതാണ് കേട്ടോ. ബ്രാക്കറ്റ് വേണേൽ ബ്രഹ്മണ എന്ന് ഇട്ടോളൂ. ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചതുർമുഖ ബ്രഹ്മാവെന്ന് എഴുതരുത്. അഥർവണ വേദത്തെ ആലംബനമാക്കി ചെയ്യുന്ന മുഖ്യ യജ്ഞയാഗാദികളുടെ മുഖ്യ പുരോഹിതൻ ബ്രഹ്മാവാകുന്നു. ബ്രഹ്മാവാകുന്നു. ഫുൾ സ്റ്റോപ്പ്. ഈ യാഗത്തിൻ്റെ മുഖ്യ യജമാനൻ, ഈ യാഗത്തിൻ്റെ, ഈ യാഗം എന്ന് വെച്ചാൽ അഥർവണ വേദം മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ചെയ്യുന്ന യാഗത്തിൻ്റെ, അതാണ് ഈ യാഗത്തിൻ്റെ മുഖ്യ യജമാനൻ. മുഖ്യ യജമാനൻ സ്വർഗലോകാദി പ്രാപ്തി എന്ന കർമ്മഫലത്തിനായി, സ്വർഗലോകാദി പ്രാപ്തി എന്ന കർമ്മഫലത്തിനായി ചെയ്യുന്ന, സ്വർഗലോകാദി പ്രാപ്തി എന്ന കർമ്മഫലത്തിനായി ചെയ്യുന്ന സകല ആഹൂതികളും, അല്ലെങ്കിൽ ആഹൂതി എന്ന് അറിയത്തില്ലെങ്കിൽ ഹവിസ് എന്ന് എഴുതിക്കോളൂ. അല്ലേ, ആ യാഗകുണ്ഡത്തിലേക്ക് അർപ്പിക്കുന്ന ദ്രവ്യങ്ങൾ, അല്ലേ, അതിനെയാണ് ആഹൂതി അല്ലെങ്കിൽ ഹവിസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ഒരു ചെറിയ ഹോമമെങ്കിലും കാണാത്തവർ നമ്മൾ ആരുമില്ല. അപ്പോൾ അതിലേക്ക് എന്താണ് ആ ചെയ്യുന്നയാൾ, അല്ലേ, അത് കയ്യിൽ വെച്ച് അതിനെ പവിത്രമാക്കി. എങ്ങനെ പവിത്രമാക്കുക? മന്ത്രങ്ങൾ ചെയ്ത്, അല്ലേ. ഇപ്പം നമ്മൾ നാളികേരം ഇടുകയെന്ന് വെച്ചോ, ഒരു ഉദാഹരണം പറയുക. നാളികേരമാണ് യജ്ഞകുണ്ഡത്തിലേക്ക് ഇടുന്നത്. അത് സാധാരണ ഒരു ഭക്ഷ്യവസ്തുവാണല്ലേ. അതെങ്ങനെയാണ് പവിത്രമാകുന്നത്? അതിനെ മന്ത്രമുഖരിതമായി, അല്ലേ, അത് കയ്യിൽ വെച്ച് മന്ത്രം ചൊല്ലുമ്പോൾ അത് പവിത്രമാകും. എന്നിട്ട് അത് നമ്മൾ ഹോമകുണ്ഡത്തിലേക്ക് ഇടും. അതിനെയാണ് ആഹൂതി അല്ലെങ്കിൽ ഹവിസ് എന്ന് പറയുന്നത്. അല്ലേ, ഒന്നുകൂടെ പറയാം. ഈ യാഗത്തിൻ്റെ മുഖ്യ യജമാനൻ സ്വർഗലോകാദി പ്രാപ്തി എന്ന കർമ്മഫലത്തിനായി ചെയ്യുന്ന സകല ഹവിസുക്കളും ആഹൂതികളും അർപ്പിക്കേണ്ടത്, സകല ഹവിസുക്കളും ആഹൂതികളും അർപ്പിക്കേണ്ടത് മനസ്സിൻ്റെ അടിസ്ഥാന ദേവതയായ ചന്ദ്രദേവതയ്ക്കാകുന്നു. മനസ്സിൻ്റെ അടിസ്ഥാന ദേവതയായ ചന്ദ്രദേവതയ്ക്കാകുന്നു. മനസ്സിൻ്റെ അടിസ്ഥാന ദേവതയായ ചന്ദ്രദേവതയ്ക്കാകുന്നു. ഫുൾ സ്റ്റോപ്പ്. ഒന്നുകൂടെ പറയാം. ഈ യാഗത്തിൻ്റെ മുഖ്യ യജമാനൻ സ്വർഗലോകാദി പ്രാപ്തി എന്ന കർമ്മഫലത്തിനായി ചെയ്യുന്ന സകല ഹവിസുക്കളും ആഹൂതികളും അർപ്പിക്കേണ്ടത് മനസ്സിൻ്റെ അടിസ്ഥാന ദേവതയായ ചന്ദ്രദേവതയ്ക്കാകുന്നു. ചന്ദ്രദേവതയുടെ പ്രീതി അനുസൃതമായിട്ടാണ്, ചന്ദ്രദേവതയുടെ പ്രീതി അനുസൃതമായിട്ടാണ്, അതായത് പ്രീതിക്കനുസരിച്ച് ചന്ദ്രദേവത എത്രമാത്രം പ്ലസൻ്റ് ആണ്, അവർക്ക് നമ്മൾ എത്രമാത്രം അവരെ പ്ലീസ് ചെയ്യുന്നു, അതാണ് ചന്ദ്രദേവതയുടെ പ്രീതിക്കനുസരിച്ച്
അനുസൃതമായിട്ടാണ് യജമാനന് കർമ്മഫല പ്രാപ്തി ലഭിക്കുക. ചന്ദ്രദേവതയുടെ പ്രീതിക്കനുസൃതമായിട്ടാണ് യജമാനൻ ആരായിരിക്കും? അഥർവണ വേദ മന്ത്രങ്ങൾ ചെയ്തുകൊണ്ട് യാഗമർപ്പിക്കുന്ന, അല്ലേ? യാഗത്തിലേക്ക് ഹവിസ്സുക്കൾ ആഹൂതികൾ അർപ്പിച്ച് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആ യജമാനൻ, അയാൾക്ക് എന്ത് ചെയ്യും? കർമ്മഫലപ്രാപ്തി. എന്തായിരിക്കും കർമ്മഫലപ്രാപ്തി? സ്വർഗലോകം എന്ന കർമ്മഫലപ്രാപ്തി ലഭിക്കുക. അതാണ് മനോവൈ യജ്ഞസ്യ ബ്രഹ്മ എന്ന വാക്കിൻ്റെ ഭാഷ്യം. അതാണ് നമ്മളിപ്പോൾ എഴുതിയത്. അപ്പം ചന്ദ്രദേവതയാണ് പ്രീതിപ്പെടുത്തുക. അത് പറഞ്ഞു അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത് എല്ലാവരും എഴുതി. അടുത്തതിലേക്ക് പോകാം അല്ലേ? വീണ്ടും പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. എഴുതുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? തത് യദിദം, അടുത്ത വാക്ക് തത് യദിദം മനഃ, തത് യദിദം മനഃ സഹ അസൗ ചന്ദ്രഃ സ ബ്രഹ്മ. അവിടെ ബ്രഹ്മ എന്നുള്ള വാക്കിന് നമ്മളുടെ പരമാത്മാ എന്നുള്ള അർത്ഥമാണ്. നമുക്ക് അതിലേക്ക് വരാം, വാക്കുകളിലേക്ക് പോകാം. തത് യദിദം മനഃ സഹ അസൗ ചന്ദ്രഃ, അവിടെ വരെ നോക്കാം. തദ് യദിദം മനഃ, അതിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. ഈ യജ്ഞയാഗാദികളുടെ എന്ന് വെച്ചാൽ എന്താണ്? ഈ അഥർവണ വേദത്തിൻ്റെ മന്ത്രങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഈ യജ്ഞയാഗാദികളുടെ അടിസ്ഥാന ദേവത ചന്ദ്രദേവത ആയതിനാൽ, പറഞ്ഞ കാര്യമാണ് എങ്കിലും ആ ഭാഷ്യം റിപ്പീറ്റ് ചെയ്യുകയാണ് ഞാൻ. കാരണം ആചാര്യസ്വാമികളും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പരിഭാഷ എഴുതുമ്പം എഴുതിക്കോളൂ. ഈ യജ്ഞയാഗാദികളുടെ അടിസ്ഥാന ദേവത ചന്ദ്രദേവത ആയതിനാൽ എഴുതിയിട്ട് ഒരു കോമ ഇടുക. അത് കഴിഞ്ഞ് ചന്ദ്രദേവത സർവജീവാത്മാക്കളുടെയും അടിസ്ഥാന ദേവതയും കൂടെ ആയതിനാൽ. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പറഞ്ഞ തന്നെ വീണ്ടും പറയുന്നെന്ന്. നിങ്ങൾക്ക് സംസ്കൃതമുള്ളവർ എടുത്ത് വായിച്ചാൽ അറിയാം, പുസ്തകമുള്ളവർ ഭാഷ്യം തന്നെയാണ്. എഴുതിക്കോളൂ. രണ്ടാമത് എഴുതണമെങ്കിൽ ആചാര്യസ്വാമികളൊന്നും വെറുതെ എഴുതിയിട്ടില്ല ഭാഷ്യത്തിൽ. അപ്പോൾ ഭാഷ്യകാരൻ എഴുതണമെങ്കിൽ അതിന് അതിൻ്റെതായ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്, ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളും അത് തന്നെ എഴുതുക. തദ് യദിദം മനഃ സഹ അസൗ ചന്ദ്രഃ എന്ന് വെച്ചാൽ ഈ യജ്ഞയാഗാദികളുടെ അടിസ്ഥാന ദേവത ചന്ദ്രദേവതയായതിനാൽ, ചന്ദ്രദേവത സർവജീവാത്മാക്കളുടെയും അടിസ്ഥാന ദേവതയും കൂടെ ആയതിനാൽ ചന്ദ്രദേവതയ്ക്ക്, അല്ലെ ചന്ദ്രന്, ഇനി ദേവത എന്ന് എപ്പോഴും എഴുതണമെന്ന് ഇല്ല അല്ലേ? നമ്മൾ ആധരണാർത്ഥം പറയുന്നേ ഉള്ളൂ. ചന്ദ്രദേവതയ്ക്ക് അവയുടെ ധർമ്മം ചെയ്യുവാൻ സാധിക്കുന്നത്. അടുത്ത വാക്കാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, ശരി അഥർവണ വേദമൊക്കെ ചെയ്തോളൂ, നിങ്ങൾ യാഗമൊക്കെ ചെയ്തോളൂ, അതിന് സ്വർഗലോക പ്രാപ്തിയൊക്കെ ഫലം കിട്ടും. ചന്ദ്രദേവതയാണ് എല്ലാവരുടെയും മനസ്സിനെ നിയന്ത്രിക്കുന്നത്, സ്വർഗലോകം എന്ന ഫലം നൽകുന്നു. അതൊക്കെ ശരി. പക്ഷേ അടുത്ത വാക്ക് പറയുകയാണ്, ചന്ദ്രദേവതയ്ക്ക് അവയുടെ ധർമ്മം ചെയ്യുവാൻ സാധിക്കുന്നത്, ചന്ദ്രദേവതയ്ക്ക് അവയുടെ ധർമ്മം ചെയ്യുവാൻ സാധിക്കുന്നത് ഈ അന്തരീക്ഷത്തിന് ആലംബനമായിരിക്കുന്ന സർവവ്യാപിയായിരിക്കുന്ന ബ്രഹ്മനാൽ, പരമാത്മാവിനാൽ ആകുന്നു. അതാണ് സ ബ്രഹ്മ. കണ്ട അവസാനം പറഞ്ഞത്. യാജ്ഞവൽക്യ മഹർഷിയുടെ ഒരു പ്രത്യേകതയാണ്, വളരെ ചുരുക്കിയേ പറയുള്ളൂ. അപ്പം ഭാഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്താണെങ്കിലും അത് എഴുതാൻ പറയുന്നത്.
എനിക്കറിയാം 8 മണി കഴിഞ്ഞാൽ എല്ലാവരും വളരെ ബിസിയാണെന്ന്. അതുകൊണ്ട് ക്ഷമയോടെ എഴുതുക. ഒന്നുകൂടെ പറയാം. ചന്ദ്രദേവതയ്ക്ക് അവയുടെ ധർമ്മം ചെയ്യുവാൻ സാധിക്കുന്നത് ഈ അന്തരീക്ഷത്തിന് ആലംബനമായിരിക്കുന്ന സർവവ്യാപിയായിരിക്കുന്ന ബ്രഹ്മ കോമ അല്ലെങ്കിൽ ഒരു ഹൈഫൻ ഇട്ടിട്ട് പരമാത്മാവിനാലാകും. കാരണം ഇവിടെ ബ്രഹ്മ എന്നുള്ള വാക്കാണ് യാജ്ഞവൽക്യ മഹർഷി ഉപയോഗിക്കുന്നത്. ബ്രഹ്മൻ ആരാ നമുക്കറിയാം. പരമാത്മാവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബ്രഹ്മൻ, അല്ലേ? ബ്രഹ്മൻ എന്ന് വെച്ചാൽ സർവവ്യാപി, അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. തത് യദിദം മനഃ സഹ അസൗ ചന്ദ്രഃ സ ബ്രഹ്മ. ഇത്രയേ ഉള്ളൂ. ആരാണോ അഥർവണവേദ മന്ത്രങ്ങളിലൂടെ അഥർവണവേദ യാഗങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്, അയാൾക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ സഹായിക്കുന്നത് ആ യാഗങ്ങളിൽ നമ്മൾ അർപ്പിക്കുന്ന ഹവിസുക്കൾ സ്വീകരിക്കുന്ന ചന്ദ്രദേവതയാണ്. ആ ചന്ദ്രദേവതയെ നമ്മൾ പ്രീതിപ്പെടുത്തി അദ്ദേഹം പുണ്യം നൽകി നമ്മളെവിടെ പോകും? സ്വർഗത്തിൽ പോകും. അപ്പം ചന്ദ്രദേവതയ്ക്ക് 2 കഴിവുകളുണ്ട്. ഒന്ന്, നമ്മൾ അർപ്പിക്കുന്ന ഹവിസുക്കൾ സ്വീകരിച്ച് അതിൻ്റെ പുണ്യത്തെ നൽകി നമ്മളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ സഹായിക്കാൻ ആ ഒരു കഴിവുകൊണ്ട്. പിന്നെ എല്ലാ ജീവാത്മാക്കളുടെയും മനസ്സിനെ നിയന്ത്രിക്കുവാൻ, അല്ലേ, കഴിവുണ്ട്. നമ്മൾ ഈ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, പൗർണമി അമാവാസിയൊക്കെ ആകുമ്പോൾ ഈ ചിത്തഭ്രമമുള്ള മനസ്സിനൊക്കെ പ്രശ്നങ്ങളുള്ളവരുടെ അവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ ചന്ദ്രദേവതയുടെ മാറ്റമില്ലേ, ഉത്തരായണത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക്, അല്ലെങ്കിൽ കൃഷ്ണപക്ഷത്തിൽ നിന്നും ശുക്ലപക്ഷത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ശുക്ലപക്ഷത്തിൽ നിന്നും കൃഷ്ണപക്ഷത്തിലേക്ക് ഇങ്ങനെ വരില്ലേ, ചന്ദ്രദേവത മാറി മാറി വരുമ്പം അവരുടെ മനസ്സ് പൗർണമിയുടെ ദിവസം നല്ല സന്തോഷമായിരിക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളെ തന്നെ മനസ്സിലാവും. എന്തിനാ ഈ കുതിരോട്ടത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. പൗർണമിയുടെ ദിവസം നമുക്ക് നല്ല ഹാപ്പി ആയിരിക്കും, നമ്മൾ പ്ലസൻ്റ് ആയിരിക്കും. അമാവാസി വരുമ്പോഴും പിന്നെ പൗർണമി കഴിഞ്ഞ് ആ ചന്ദ്രൻ്റെ ഏകാദശി പൗർണമി കഴിഞ്ഞ് ഇങ്ങനെ വരുമില്ലേ, ഓരോ ദിവസം കഴിഞ്ഞ് വരുമ്പം, അല്ലേ, പൂർണ്ണചന്ദ്രൻ മാറി, അല്ലേ, അർദ്ധചന്ദ്രനായി, പിന്നെ ചന്ദ്രദേവതയേ ഇല്ല, കറുത്തവാവ് വരുമ്പോൾ നമ്മുടെ മനസ്സും അതുപോലെ തന്നെ ഡള്ളാകുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. എന്തുകൊണ്ടാണ്? ആ മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് ചന്ദ്രദേവതയ്ക്കുള്ളത് കൊണ്ട്. നമ്മൾ സാന്ദീപനി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി പഠിക്കാൻ വന്നിരുന്നു വിദേശത്തു നിന്ന്. അതിനിച്ചിരി ഡിപ്രഷന് മരുന്നൊക്കെ കഴിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷെ അത് വളരെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വന്ന, സോഫിയ എന്നാണ് അതിൻ്റെ പേര്, ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്. അത് മെക്സിക്കൻ കുട്ടിയാണ്. മെക്സിക്കൻ എന്ന് പറഞ്ഞ നാട്ടിൽ നിന്നും പഠിക്കാനായിട്ട് വന്നതാണ്. ഒരുപാട് ജീവിതത്തിൽ നമുക്കറിയാം വിദേശത്തൊക്കെ എങ്ങനെ, ആദ്യം ഒന്ന് അവർ ലിവിങ് ടുഗദർ ആയിരിക്കും, പിന്നെ ഒന്ന് വിവാഹം കഴിക്കും. അങ്ങനെ ഈ കുട്ടി 2-3 വിവാഹം കഴിച്ചു. ഒന്നും ശരിയാകുന്നില്ല. അതിലെല്ലാം കുറേ കുട്ടികളൊക്കെ ആയിട്ട് അതിനിങ്ങനെ മുന്നോട്ട് ജീവിതം വളരെ അപ്പോൾ അത് ഇന്ത്യയിൽ വന്നു നമ്മുടെ സംസ്കാരത്തിനെയൊക്കെ അപ്പോൾ ഇങ്ങനെ ദിവസങ്ങളും ഈ ഡിപ്രഷന് മരുന്ന് കഴിച്ചുകൊണ്ട്, മരുന്ന് ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ അതിന് പ്രശ്നമാണ്. അപ്പം നമ്മുടെ സ്വാമിജി പറയുമായിരുന്നു, നമ്മൾ താമസിക്കുന്ന ഈ ബ്രഹ്മചാരികൾ താമസിക്കുന്ന വേറെ സ്ഥലത്ത് നമ്മൾ സ്ത്രീകളെ താമസിക്കുന്നപ്പോൾ നമ്മുടെ കൂടെയായിരുന്നു ഈ കുട്ടി താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് താമസിപ്പിക്കില്ല. കാരണം നമ്മൾ പൈസ കൊടുത്താൽ, അവർ എത്രയോ പൈസ കൊടുത്താൽ ഒറ്റയ്ക്ക് ഒരു മുറി കിട്ടും. ഈ കുട്ടി സ്വാമിജി പറഞ്ഞ പൈസ ഒന്നും വേണ്ട, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു മുറിയുടെ ഇടാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും അത് ചെയ്തു പോയാൽ പിന്നെ നമ്മളെല്ലാം അതിൻ്റെ പുറകെ നടക്കണം. അതുകൊണ്ട് ഒരുമിച്ചുള്ളിടത്ത് ആ കുട്ടീനെ താമസിക്കും. അപ്പോൾ നമ്മളോട് സ്വാമിജി പറയുമായിരുന്നു, അമാവാസി പൗർണമി കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ കുട്ടി അലമുറയിട്ടിങ്ങനെ കരയും. വലിയ പ്രശ്നമായിരുന്നു. നമുക്കത് കാണുമ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് മനസ്സിലാകും. നമുക്കതിനോട് സഹതാപം തോന്നും, അല്ലേ, അതൊക്കെയുണ്ട്. പക്ഷേ എപ്പോഴും സ്വാമിജി പറയാറുണ്ടായിരുന്നു, ഈ ചന്ദ്രൻ്റെ ഇത് മാറൂല്ലേ,
പൂർണ്ണചന്ദ്രൻ വന്നു, പിന്നെ അർദ്ധചന്ദ്രനായി, പിന്നെ ചന്ദ്രദേവതയെ കാണാണ്ടാകുന്ന ഈ ഒരു 15 ദിവസത്തെ ഈ സൈക്കിളില്ലേ, അതിങ്ങനെ മാറി വരുമ്പോൾ ആ മനസ്സിൻ്റെ വ്യതിയാനങ്ങൾ അതിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് പോവുകയാണ്. എന്നിട്ട് പിടിവിട്ടിങ്ങനെ പട്ടം പോലെ പോകും. പിന്നെയും പൗർണമിയാകുമ്പോൾ വീണ്ടും കുറച്ചുകൂടി ശരിയാകും, വീണ്ടും മാറും. അപ്പം അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും സൂക്ഷ്മമാണ് ചന്ദ്രദേവത നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയുന്ന അതാണ്, നമ്മൾ എല്ലാ വേദശാഖകളിലെയും ശാന്തി മന്ത്രത്തിൽ കണ്ടില്ലേ, എല്ലാ ദേവതകളുടെയും അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന അതാണ്. കാരണം ചന്ദ്രനായിക്കോട്ടെ, അഗ്നി ആയിക്കോട്ടെ, വായു ആയിക്കോട്ടെ, ഒരു ദേവതയും നിസാരക്കാരല്ല. ഇവർക്കൊക്കെ നമ്മുടെ ശരീരത്തിനെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും സർവ്വ അവയവങ്ങളെയും സ്വാധീനിക്കുവാനുള്ള, നിയന്ത്രിക്കുവാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല നമ്മൾ ഭദ്രം കർണേഭി ശൃണുയാമദേവ എന്തിനാ ചൊല്ലുന്നത്, അപ്യായെന്നു മമ അങ്കാനി എന്തിനാ ചൊല്ലുന്നത്? നമുക്ക് സ്വർഗത്തിൽ പോകാനല്ല ഈ ദേവതകളെ ഒന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പ്രീതിപ്പെടുത്തുന്നത്. നമ്മളെ സംബന്ധിച്ച് എന്തിനാണ്, നമ്മുടെ സാധനയിൽ അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള വിഘ്നങ്ങൾ കൂടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന, നിത്യവും അതാണ് ചൊല്ലുന്നത്. അപ്പോൾ ഇവിടെ ചന്ദ്രദേവതയെക്കുറിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ദേവതകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറ്റു പല സ്ഥലത്തും അഗ്നിദേവത അത്രയും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലേ, അതിനെ ജഠരാഗ്നി നമുക്കറിയാം, വയറ്റിൻ്റെ ഉള്ളിൽ ജഠരാഗ്നി പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒന്നും ദഹിക്കില്ല. പിന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ കോലാഹലങ്ങൾ നമുക്കറിയാം. അതുപോലെ ആദിത്യൻ, സൂര്യദേവത അല്ലേ, നമ്മുടെ കണ്ണിൻ്റെ അടിസ്ഥാന ദേവതയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സൂര്യദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ എനിക്ക് ആ ചക്ഷുരേന്ദ്രിയം പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ ദേവതകളും ഇവിടെ ചന്ദ്രദേവതയെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് യാജ്ഞവൽക്യ മഹർഷി എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? തദ് യദിദം മനഃ സഹ അസൗ ചന്ദ്രഃ, മനസ്സിനെ നിയന്ത്രിക്കുന്നു ചന്ദ്രദേവത. അതുപോലെ നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ ചെയ്യുന്ന യാഗങ്ങളുടെ ആഹൂതികൾ സ്വീകരിച്ച് സ്വർഗലോകപ്രാപ്തി എന്ന പുണ്യഫലത്തെ ചന്ദ്രദേവത നൽകുന്നു. പക്ഷേ സ ബ്രഹ്മ, അതായത് എന്താണ്, പരമാത്മാവാണ് ദേവതകൾക്ക് ഈ ധർമ്മം ചെയ്യുവാനുള്ള കഴിവിനെ നൽകിയിരിക്കുന്നത് അല്ലെ. പരമാത്മാവാണ് ഇതിനെ സൃഷ്ടിച്ചത്, അവയെ ധർമ്മം ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചത്. അവയെന്ന് വെച്ചാൽ ദേവതകളെ നിയന്ത്രിക്കുന്നത് പരമാത്മാവാകുന്നു. ആരിത് തിരിച്ചറിയുന്നുവോ, അതായത് ദേവതകൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. അവർക്ക് ബ്രഹ്മലോകം വരെയുള്ള പുണ്യഫലത്തെ നേടിത്തരുവാനേ ദേവതകൾക്ക് സാധ്യമാവുകയുള്ളൂ. ദേവതകളെ നിയന്ത്രിക്കുന്നത് സൃഷ്ടികർത്താവായ ഈശ്വരനാണെന്ന് ആര് തിരിച്ചറിയുന്നുവോ അവർ ഈ ദേവതകളുടെ പുറകെ പോവില്ല അല്ലേ. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രിയുണ്ട് അല്ലേ, പ്രധാനമന്ത്രിയാണ് ബാക്കി മന്ത്രിമാരെയൊക്കെ നിയന്ത്രിക്കുന്നത് അല്ലേ. അപ്പം നമ്മളത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത് ആരെയായിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും. കാരണം മന്ത്രിമാർക്കൊക്കെ അവരുടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ അവർക്ക് അധികാരമുള്ളൂ, അടുത്തതിലേക്ക് പോകാൻ പറ്റില്ല അല്ലേ. കൃഷിയുടെ മന്ത്രിക്ക് ആഭ്യന്തരത്തിൽ കൈയെടുക്കാൻ പറ്റില്ല, ആഭ്യന്തരമന്ത്രിക്ക് ധനകാര്യത്തിൽ കൈയെടുക്കാൻ പറ്റില്ല അല്ലേ. ഓരോരുത്തരും ഓരോ വിഭാഗം മാത്രമേ, അതിനും ഒരു ടെറിട്ടറി ഉണ്ട്, ആ പരിധിക്കുള്ളിൽ അവർ നിന്നോണം. പക്ഷെ പ്രധാനമന്ത്രി എങ്ങനെയാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന അല്ലേ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നവർ. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അതിനെയല്ലേ ആശ്രയിക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്, അതിന് പരമാത്മാവാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത്. ഇതാര് തിരിച്ചറിയുന്നുവോ സ മുക്തി സ അതിമുക്തി, അവർക്ക് മുക്തി എന്ന ഫലം അവരെ തേടി വരും. അവർക്ക് എന്താണ്? സ അതിമുക്തി, അവർ മരണഭയത്തെ അതിവർത്തിക്കുന്നു അല്ലേ. അതാണ്
ഇവിടെ പറഞ്ഞുകൊണ്ട് 4 വേദത്തെയും പറഞ്ഞ് യാജ്ഞവൽക്യ മഹർഷി അവസാനിപ്പിക്കുകയാണ്. നമ്മളിത് ഭഗവത്ഗീതയിലും പഠിക്കുന്നുണ്ട്. ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. അക്ഷരബ്രഹ്മയോഗ 8-ാം അധ്യായമാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ബ്രഹ്മഭുവനാൻ ലോക പുനരാവർത്തിനോ അർജുന, അല്ലേ? ആ ഒരു ശ്ലോകമുണ്ട്. മാമുപേത്യതു കൗന്ദേയ പുനർജന്മം ന വിദ്യതേ. ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം. നമ്പർ ഞാൻ ഓർക്കുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്ക് സമയമുള്ളപ്പോൾ. അതായത് എന്താ പറഞ്ഞത്? ആ ബ്രഹ്മഭുവനാൻ ലോകോ പുനരാവർത്തിനോ അർജുന. അതായത് നിങ്ങൾ ഏത് ലോകം, സ്വർഗലോകത്തിൽ പോയിക്കോട്ടെ, ഈ 14 ലോകത്തിലും കടന്ന് വട്ടം കറങ്ങിക്കോട്ടെ, പുനരാവർത്തി ഉണ്ടാകും. എന്നിട്ട് പറയുകയാണ്, മാമുപേത്യത് കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര കൗന്ദേയ അർജുന, മാമുപേത്യ, എന്നെ നീ ശരണം പ്രാപിക്കൂ, പുനർജന്മം ന വിദ്യതേ, അവർക്ക് പുനർജന്മം ഉണ്ടാവില്ല. അത് തന്നെയാണ് യാജ്ഞവൽക്യ മഹർഷിയും പറയുന്നത്. ദേവതകൾക്ക് നൽകാൻ സാധിക്കുന്ന സുഖം നിത്യസുഖമല്ല. അതുകൊണ്ട് മാമുപേത്യ, അല്ലേ, പരമാത്മാവിനെ ശരണം പ്രാപിക്കൂ, അവർക്ക് എന്താണ്? പുനർജന്മം ന വിദ്യത. അത് തന്നെയാണ് സമുക്തി സാധിമുക്തി, അല്ലേ? അതാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇതി അതിമോക്ഷ അതിസമ്പദ. ഈ മന്ത്രം അവസാനിക്കുകയാണ്. ഇതി അതിമോക്ഷ അധസമ്പദ. അതോടുകൂടി ഈ മോക്ഷവിചാരം എന്ന ചർച്ച അവസാനിക്കുകയാണ്. ഇതാണ് ഇതി അതിമോക്ഷ എന്ന് വെച്ചാൽ. അതായത് മരണഭയത്തിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം എന്ന് ചോദ്യത്തിന്, അശ്വലൻ്റെ ചോദ്യത്തിന് യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടി ഉപസംഹരിച്ചു. അതാണ് ഇതി അതിമോക്ഷം. 3-ാമത്തെ മന്ത്രം മുതൽ 6-ാമത്തെ മന്ത്രം വരെ 4 വേദങ്ങളെ അടിസ്ഥാനമാക്കി ഉദാഹരണമാക്കി അശ്വലൻ ചോദിച്ചു. അത് ചോദ്യത്തിൻ്റെയൊക്കെ കാതൽ ഇതായിരുന്നു, മരണത്തിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം. യാജ്ഞവൽക്യ മഹർഷി അതിന് മറുപടി പറഞ്ഞു. ആരാണോ പരമാത്മാവിനെ ആശ്രയിക്കുന്നത് അവർ മരണഭയത്തിൽ നിന്നും, മരണം എന്ന് വെച്ചാൽ ശരീരമരണമല്ല, മരണഭയത്തിൽ നിന്നും രക്ഷപ്പെടും. ആ വിഷയം ഇവിടെ അവസാനിച്ചു. അതാണ് ഇതി അതിമോക്ഷം. ചർച്ച അവിടെ അവസാനിച്ചു. ഇനി അടുത്തത് എന്തെന്ന് പറയാണ്? അധസമ്പദ. അധഹ എന്ന് വെച്ചാൽ ദെയർ ആഫ്റ്റർ, അതിനുശേഷം. അതായത് മരണഭയം എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിനു ശേഷം അതാ സമ്പദ, സമ്പത്ത് എന്ന വിചാരം ചർച്ചയാണ് അടുത്തത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സമ്പത്ത് എന്ന ചർച്ച ആരംഭിക്കുകയാണ്. അധസമ്പദ എന്ന് വെച്ചാൽ നെക്സ്റ്റ് ടോപ്പിക്ക് സമ്പത്ത് എന്ന ടോപ്പിക്കാണ്, വിഷയമാണ് അടുത്തതായിട്ടുള്ള ചർച്ച, ചോദ്യം. അത് നമ്മൾ 7, 8, 9, 10 4 മന്ത്രങ്ങളിലായിട്ട് അടുത്ത പഠിക്കാൻ പോവുകയാണ്. നമുക്കത് നാളെ മുതൽ പഠിക്കാം. ഒറ്റ കാര്യം കൂടെ എഴുതിക്കോളൂ. മന്ത്രം 7 to 10, 7 മുതൽ 10 വരെ സമ്പത്ത് ഉപാസന. സമ്പത്ത് ഉപാസന മന്ത്രം 7 മുതൽ 10 വരെ സമ്പത്ത് ഉപാസന. ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്താണ്? അക്ഷരബ്രഹ്മയോഗം 8.16 കേട്ടോ. സന്തോഷം. ഇപ്പോൾ ഞാനൊരു ഗീതാശ്ലോകം പറഞ്ഞില്ലേ, 8-ാം അധ്യായം 16-ാം ശ്ലോകം. വെരി ഗുഡ്. നിങ്ങൾ ഇത്ര ഫാസ്റ്റാണല്ലോ കണ്ടുപിടിക്കാൻ. സന്തോഷം. ഓക്കെ, ഞാൻ എന്താണ് നമ്പർ പറയാത്തത്? നിങ്ങളപ്പം അത് പരിശ്രമിക്കുമല്ലോ, അപ്പോൾ അതൊരു മനനമാണ്, അതിനു വേണ്ടിയാണ്. അല്ലാണ്ട് കണ്ടുപിടിക്കാനുള്ള മടി കൊണ്ടല്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതൊരു എക്സസൈസായിട്ട് ഇതിനെ കാണണം. ഓക്കെ, 7 മുതൽ 10 വരെ സമ്പത്ത് ഉപാസന.
സമ്പത്ത് എന്നുള്ള വാക്ക് നമുക്ക് ജസ്റ്റ് എഴുതിയിട്ട് വ്യാഖ്യാനം നാളെ കാണാം. എഴുതിക്കോളൂ. സമ്പത്ത് ഉപാസന എന്ന് ഹെഡിങ് കൊടുക്കുക, അണ്ടർലൈൻ ചെയ്യുക, താഴെ എഴുതുക നികൃഷ്ടകർമ്മണി ഉത്കൃഷ്ടകർമ്മച നികൃഷ്ടകർമ്മണി ഉത്കൃഷ്ടകർമ്മച കർമ്മഫലദർശനം ബ്രാക്കറ്റിൽ ഭാവന എന്ന് എഴുതിക്കോളൂ. ദർശനം എന്ന് വെച്ചാൽ ഭാവന. കർമ്മഫലദർശനം ബ്രാക്കറ്റിൽ ഭാവന ഇതി സമ്പത്ത്, അതാകുന്നു സമ്പത്ത്. ഇതി സമ്പത്ത്. ഒന്നുകൂടെ പറയാവേ. നികൃഷ്ടകർമ്മണി ഉത്കൃഷ്ടകർമ്മച കർമ്മഫലദർശനം ഭാവന ഇതി സമ്പത്ത്. വളരെ എളുപ്പമാണിത്. ഇപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല ഈ പറഞ്ഞ ഒരു യാഗങ്ങളും. പക്ഷെ നമുക്ക് ഇഹലോക സുഖം വേണം, പരലോക സുഖം വേണം എന്നാഗ്രഹമുണ്ട്. അവർക്കും വേദത്തിൽ എളുപ്പ വഴി പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എളുപ്പമാണ്, വളരെ എളുപ്പമാണ് ഇത്. സമ്പത്ത് ഉപാസന എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഇപ്പം ഗംഗാജലം നമ്മളെ സംബന്ധിച്ചറിയാം. ഗംഗാജി എത്ര പവിത്രമാണല്ലേ. നമ്മൾ നദിയെന്ന് പോലും വിളിക്കാറില്ല, ഗംഗാ മയ്യ എന്നാണ് വിളിക്കാറുള്ളത്. അത്രയും അല്ലേ പതിത പാവനിയാണ് ഗംഗാജി. പക്ഷെ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും എങ്ങനെ ഗംഗാജലത്തിൽ കുളിക്കും? നമ്മളെ കൊണ്ട് സാധ്യമല്ലല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ കുളിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പൂജകൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ആ ജലത്തിനെ എങ്ങനെ മന്ത്രമുഖരിതമാക്കി അല്ലേ, ആ ജലത്തിനെ നമ്മൾ തർപ്പണം ചെയ്ത് അതിലെന്താണ് ഗംഗാജിയെ നമ്മൾ ആവാഹിക്കും അല്ലേ. നമ്മൾ കുളിക്കുന്ന ജലത്തിൽ നമ്മൾ ആ പുണ്യനദികളുടെ പേര് ചൊല്ലി ആ ജലത്തിനെ പവിത്രമാക്കി നമ്മൾ കുളിക്കും. അപ്പോൾ എന്താണ്, നമുക്ക് ഈ പുണ്യനദികളിൽ അവിടെ കുളിച്ച ആ പുണ്യം കിട്ടും, അല്ലെ ആ ഭാവന കിട്ടും. അപ്പം അതോടുകൂടി നമുക്ക് എന്താണ്, നമ്മുടെ മനസ്സും സന്തോഷമാകും, നമ്മുടെ ശരീരത്തിനും അതിൻ്റേതായ ഒരു ഊർജം കിട്ടും അല്ലേ. അപ്പം നമ്മുടെ ഭാവന അതാണ് ഇവിടെ പറയുന്നത്. വീട്ടുജലത്തിലെ അല്ലേ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ആ വെള്ളത്തിനെ നമ്മൾ മന്ത്രമുഖരിതമാക്കി അതിനെ ഭാവനയിലൂടെ ആ പുണ്യനദികളാക്കി മാറ്റുക. അത്രയേ ഉള്ളൂ. ആ വലിയ കർമ്മത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെറിയ രീതിയിൽ ചെയ്യുക, അപ്പോൾ അതിൻ്റെ പുണ്യം കിട്ടും. അപ്പം അശ്വമേധയാഗം മറ്റൊരു ഉദാഹരണം പറയും. അശ്വമേധയാഗം ചെയ്യാൻ നമ്മൾ ക്ഷത്രിയനായിട്ട് ജനിക്കണം. ക്ഷത്രിയനായ പോയ രാജകുടുംബമായിരിക്കണം. രാജാവായാൽ പോരാ, ചക്രവർത്തിയാകണം. ചക്രവർത്തിയാകുന്ന അനേകം നാട്ടുരാജ്യങ്ങളെ എന്താ പറയുക കീഴ്പ്പെടുത്തിയേ ചക്രവർത്തിയാകാൻ സാധിക്കും. ചക്രവർത്തിക്ക് അശ്വമേധയാഗം ചെയ്യാൻ പറ്റും. അശ്വമേധയാഗം ചെയ്താൽ ഇന്ദ്രനാകാൻ സാധിക്കും. ഇന്ദ്രപദവിയാണ് ഫലം. അപ്പം നമുക്കതൊന്നും പറ്റൂല. അപ്പം എന്താണ്, നമ്മുടെ മനസ്സിൽ ചെറിയ രീതിയിൽ ചെയ്യുക. അപ്പം അതിൻ്റെ ഫലം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും പുണ്യരൂപത്തിൽ. അതാണ് പറയുന്നത് നികൃഷ്ടകർമ്മണി ഉത്കൃഷ്ടകർമ്മച കർമ്മഫലം ദർശനം എന്ന് വെച്ചാൽ. നമുക്ക് നാളെ തൊട്ട് വിസ്തരിച്ച് പഠിക്കാം. ഇത് വളരെ എളുപ്പമാണ്, നമുക്ക് സന്തോഷമാണ് ഇത് പഠിക്കുമ്പോൾ. കാരണം അയ്യോ ഇതൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നതാണല്ലോ. പക്ഷെ ഇനി ആ ഒരു നമ്മളുടെ വിഷമവും യാജ്ഞവൽക്യ മഹർഷി മാറ്റിത്തരികയാണ്. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ
वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं। श्रीगुरुभ्यो नमः। हरिः ओम्।